ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരു ഇമേജ് റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് ഡാവിഞ്ചിയിൽ കളർ ചെയ്യാൻ നോക്കാം. അപ്പം ഇമേജ് ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിട്ടി. ഇപ്പം നമുക്കിഷ്ടമുള്ള രീതിയിൽ നല്ല രീതിയിൽ ഒരു ഗ്രേഡൊക്കെ ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു ക്ലയൻറ്റിനെ കാണിക്കുക. ക്ലയൻറ്റിനെ കാണിക്കുമ്പോൾ ക്ലയൻറ്റ് പറയും, "ഇത് എനിക്ക് ഈ ഗ്രേഡിംഗ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വേറെ ഗ്രേഡിംഗ് ചെയ്ത് തരാമോ?" എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ നമ്മൾ അത്രയും നേരം ചെയ്ത വർക്ക് വെറുതെ ആവും. അപ്പം ഇതിനൊക്കെ ഒരു പോംവഴിയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതൊരു ഇൻഡോർ ക്ലിപ്പാണ്. അപ്പോൾ ഈ ഒരു ഇൻഡോർ ക്ലിപ്പിന് പറ്റിയ ഒരു ഗ്രേഡിങ് എവിടുന്നെങ്കിലും സെർച്ച് ചെയ്തെടുത്തിട്ട് ക്ലയൻറ്റിനെ കാണിക്കുക. എന്നിട്ട് പറയുക, "ഇപ്പോൾ ഇതുപോലെ ഗ്രേഡ് ചെയ്ത് തന്നാൽ മതിയെന്ന്" ചോദിക്കുകയാണെങ്കിൽ ക്ലയൻറ്റ് അങ്ങനെ ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രേഡ് നോക്കി ചെയ്താൽ മതി. ഓക്കെ. അപ്പം നമുക്ക് ഒരു 3, 4 ഇമേജസ് കളക്ട് ചെയ്തിട്ട് അതിലേതേലും ഒരെണ്ണം ക്ലയൻറ്റിനെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്രേഡ് വെച്ച് വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് എഫിഷ്യൻ്റായിട്ട് ചെയ്യാനും പറ്റും. പിന്നെ അത് ക്ലയൻറ്റ് നമ്മളോട് അത് വേണ്ടെന്ന് പറയത്തുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ നമുക്കൊരു ഇമേജ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് കളർ ഗ്രേഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 4 ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോഗിലെടുത്ത വീഡിയോസാണ്. ആദ്യം ഞാൻ എഫ്എക്സിന്ന് ഒരു കളർ സ്പേസ് ട്രാൻസ്ഫോർമേഷൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ആൾട്ട് എസ് അടിച്ചിട്ട് ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു എഫക്റ്റ് ഈ ഒരു നോഡിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഇൻപുട്ട് കളർ സ്പേസ്, ഇവിടെ ഇപ്പോൾ ആര്യ അലക്സയുടെ ലോഗോ സി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫസ്റ്റ് ഗാമറ്റ് 3 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഇൻപുട്ട് ഗാമ എന്നുള്ളത് ഈ ലോഗോ സിയും സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് റെക്സ് 709 വരുമ്പോൾ ഈ ഒരു ഇമേജിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ലോഗോ എന്താണ്, റെക്സ് 709 എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പിന് പറ്റിയ ഒരു റെഫറൻസ് ഇമേജ് ഇപ്പോൾ എവിടെന്നെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കളക്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഡോറിൽ ഷൂട്ട് ചെയ്തൊരു ക്ലിപ്പാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കീവേഡ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഞാനിവിടെ ക്രോം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇൻഡോർ മൂവീസ് എന്ന് സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ഇമേജസ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഗൂഗിളിൽ ഒരുപാട് ഇൻഡോറിൽ ഷൂട്ട് ചെയ്ത മൂവി സീൻസ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒരു സീൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനോട് ചോദിക്കാം, ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്രേഡ് ചെയ്ത് തന്നാൽ മതിയെന്ന് വേണേൽ ചോദിക്കാം. ഇപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജസ് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് സേവ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ഡാവിഞ്ചി എടുത്തു. എന്നിട്ട് ഈ ഒരു എഡിറ്റ് ഇമേജ് എടുത്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് ഞാൻ ഈ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഡ്രാഗ് ചെയ്ത് ഡാവിഞ്ചിയിലെ ടൈംലൈനിലോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഒരു കളറിൻ്റെ ടാബ് എടുക്കുന്നു. ഇവിടെ നമുക്ക് ഈ ക്ലിപ്സ് ഓൺ ആക്കിയാൽ നമുക്ക് ഈ ഒരു JPG ഇമേജ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രാബ് സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റിൽ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും ഗാലറിയിൽ. ഓക്കെ. ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഞാനാണെങ്കിൽ ഇവിടെ എഡിറ്റ് ടാബ് എടുത്തിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വീണ്ടും കളർ പേജ് എടുത്തു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഗാലറിയിൽ ഇതിവിടെ വന്ന് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആണല്ലോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ബാക്കി ക്ലിപ്സ് എല്ലാം ഞാൻ ഹൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു റെഫറൻസ് പോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഏത് രീതി വേണമെങ്കിലും നീക്കാം. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡയഗണലി സ്വൈപ്പ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ ഇവിടെ നമുക്കിത് സ്വൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു ഇമേജ് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിൽ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലിപ്പ് ഈ ഒരു ഗ്രേഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കണം. പിന്നെ കുറച്ച് യെല്ലോയിഷ് കളർ ടോണിലോട്ട് ഇത് കൊണ്ടുവരാൻ വേണം. ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ ഈ ഒരു ഹൈലൈറ്റ്സ് പോലെ ആക്കണം. ഞാനിവിടെ ഈ ഒരു ഫസ്റ്റ് നോഡ് സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് എസ് ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് മറ്റൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. കാര്യം ഇത് ഒരു കളർ സ്പേസ് ട്രാൻസ്ഫോം ആണ്. അത് ലാസ്റ്റ് കിടക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു നോഡ് ആഡ് ചെയ്തു. എന്നിട്ട് ആദ്യം ഞാനിവിടെ കേഴ്സ് എടുത്തിട്ട് ഈ ഒരു ക്ലിപ്പ് കുറച്ച് സോഫ്റ്റ് ആക്കാൻ പറ്റുമോ നോക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഈ ഒരു ഷാഡോസ് കുറച്ച് മുകളിലോട്ട് ഉയർത്തുന്നുണ്ട്. അതുപോലെ ഹൈലൈറ്റ്സ് ഇതിൽ കുറയ്ക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കുറയ്ക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഷാഡോസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ഗ്രീനിഷ് കളർ വരുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് ഷാഡോയിൽ ഒരു ഗ്രീനിഷ് കളർ വേണം. ഞാനിവിടെ കളർ വീൽസ് എടുക്കുന്നു. ഇവിടെ ഈ ഒരു ഗെയിൻ എന്നുള്ളത് ഇതാണ് നമ്മുടെ ഷാഡോയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ലിഫ്റ്റ് എന്നുള്ള ഇതാണ് നമ്മുടെ ഷാഡോസിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഇമേജിന് നല്ല ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ഞാൻ കുറച്ച് ടെമ്പറേച്ചർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടിൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഹൈലൈറ്റ്സ്, അതായത് ഗെയിനകത്ത് കുറച്ച് ഈ ഒരു ഓറഞ്ച് യെല്ലോയിഷ് ടൂൺ ആഡ് ചെയ്യണം.
ഞാനത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ഇമേജിന് നല്ല രീതിയിൽ സാച്ചുറേഷൻ കൂടിയിട്ടുണ്ട്. അപ്പം കുറച്ച് സാച്ചുറേഷൻ കുറയ്ക്കുന്നുണ്ട് ഇവിടെ. ഈ ഒരു രീതിയിൽ സാച്ചുറേഷൻ കുറയ്ക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു മിഡ് ടോണിൽ കുറച്ച് യെല്ലോ കളർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഏകദേശം ആ ഒരു രീതിയിലോട്ട് കളർ എത്തുന്നുണ്ട്. എന്നാലും കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കൂടുതലാണ് ഈ ഒരു ഇമേജിന്. ഞാൻ കുറച്ച് കോൺട്രാസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലോട്ട് സോഫ്റ്റ്നെസ് എത്തിയിട്ടുണ്ട്. പിന്നെ കളറും ഏകദേശം ഞാൻ കുറച്ച് ടെമ്പറേച്ചർ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ഹ്യൂ വേഴ്സസ് ഹ്യൂ എടുത്തിട്ട് ഇവിടെ ഈ ഒരു റെഡിൽ കുറച്ച് ഹ്യൂ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് യെല്ലോ ടോൺ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ സ്കിൻ ടോണിൽ റെഡൊക്കെ ഉള്ളെടുത്ത് ഏകദേശം ഈ ഒരു കളറിലോട്ട് ചേഞ്ച് ആവും അങ്ങനെ കൊടുക്കുമ്പോൾ. ഓക്കെ, ഇപ്പം ഞാൻ ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഏകദേശം ഈ ഒരു റെഫറൻസുമായിട്ട് ഇത് മാച്ചായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇത് മാറ്റിയിട്ട് ഇവിടെ ഈ ഒരു ഇമേജ് വൈപ്പ് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഷാഡോയിൽ ഈ ഒരു കളർ ആഡ് ചെയ്യാം. വീണ്ടും ഈ ഒരു കളർ വീൽ എടുത്തിട്ട് ഇവിടെ ഞാനിപ്പോൾ കളർ വീൽ ഈ ഒരു ലോഗ് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഷാഡോസ് കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഷാഡോസ് ആയിരിക്കും ടാർഗറ്റ് ആവുന്നത്. ഓക്കെ, അതുപോലെ ഞാൻ ഹൈലൈറ്റ്സിൽ കുറച്ച് യെല്ലോ ഷെയ്ഡ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മിഡ് ടോൺസിൽ അതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഒരു എഡിറ്റ് ഇവിടെ നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ക്ലിപ്സ് എടുത്തിട്ട് ബാക്കി ക്ലിപ്സിനൂടെ നമുക്ക് ഈ ഒരു രീതിയിൽ ഗ്രേഡ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ഞാനാണെങ്കിൽ ഈ ഒരു ഗ്രേഡ് ഈ ഒരു ക്ലിപ്പിലോട്ട് കോപ്പി ചെയ്യണമെങ്കിൽ ആ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് മൗസിൻ്റെ മിഡിൽ ബട്ടൺ കൊണ്ട് ഈ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രേഡ് ഇവിടെ വരും. അതുപോലെ തന്നെ ഈ ഒരു ഇതിലും ഞാൻ ആ ഗ്രേഡ് ആഡ് ചെയ്യുന്നു. ഫസ്റ്റ് ആ ഒരു ഇതിലും ഗ്രേഡ് ആഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈ ക്ലിപ്സ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന് കുറച്ചുകൂടെ ഒരു കോൺട്രാസ്റ്റ് വേണമായിരുന്നു തോന്നുന്നു. ഇവിടെ കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ ആ ഷാഡോസിലെ ആ ഒരു ഗ്രീനിൻ്റെ ടച്ച് കുറച്ചു. നമുക്ക് ഏകദേശം ഒരേപോലെ തന്നെ ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ക്ലിപ്പ് എടുക്കുന്നു. ഈ ഒരു ക്ലിപ്പ് നല്ല രീതിയിൽ ഗ്രീനിഷ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം റെഡിയാക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ ഈ ഒരു ഫസ്റ്റ് ഇതെടുത്തിട്ട് ലിഫ്റ്റ് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡ് ടൂൺസിലൊക്കെ കുറച്ചൊരു യെല്ലോയിഷ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവുന്നത് കുറച്ച് ടിൻറ്റ് വേണം തോന്നുന്നു. ടിൻറ്റ് ഒരുപാട് കൂടിപ്പോയി. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആ ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ട് എത്തിയില്ല, എന്നാൽ ഏകദേശം ആ ഒരു രീതിയിലോട്ട് ടോൺ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ ക്ലിപ്പ് കൂടെ നോക്കാം. അത് ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ്. ഈ ഒരു ക്ലിപ്പ് നല്ല രീതിയിൽ ഗ്രീനിഷാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ടിൻറ്റ് കുറയ്ക്കണം. ഓക്കെ, ടിൻറ്റ് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. കുറച്ച് ടെമ്പറേച്ചർ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫേസിലേക്ക് ഒരു റെഡിഷ് കളറുണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഈ ഒരു കേഴ്സിൽ ഈ ഒരു ഹ്യൂ വേഴ്സസ് ഹ്യൂ കേഴ്സ് എടുക്കുന്നു. എന്നിട്ട് ഒരു പോയിൻ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് യെല്ലോ ആഡ് ചെയ്യുന്നു ഫേസിൽ. അതായത് റെഡ് കളറിൽ കുറച്ച് യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ ഷാഡോസിൽ നിന്ന് കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ ഒരു ലോഗ് എടുക്കുന്നു. എന്നിട്ട് കുറച്ച് സാച്ചുറേഷനും കൂടെ കുറയ്ക്കുന്നുണ്ട്. ചെറിയ ചില അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തി കുറച്ച് സാച്ചുറേഷൻ കൂടെ കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പ്രിവ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു 4 വീഡിയോസും ഒരുമിച്ച് ഒരേ രീതിയിലാണ് കളർ ഗ്രേഡ് തരുന്നത്. ഒരു മൂവിയുടെ ഒരു പാർട്ടായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഇമേജ് റെഫറൻസായിട്ട് വെച്ച് കളർ ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഗ്രേഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏതൊരു ടോണിലോട്ട് ഈ ഒരു ഗ്രേഡിങ് എത്തിക്കണമെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റും.
പിന്നെ നമുക്ക് വർക്ക് എന്ന ക്ലയൻറ്റിനെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിലേത് ഗ്രേഡിങ്ങിലോട്ടാണ് ഈ ഒരു വീഡിയോ എത്തിക്കേണ്ടത്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഗ്രേഡിങ് വേണ്ട, വേറെ രീതിയിൽ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ.